ഗൈസ് ഇപ്പോൾ നിലവിലുള്ള ഒരു വാർത്തയാണല്ലോ ഗുർമീത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള കാര്യം. നമുക്കറിയാം അദ്ദേഹം ഒരു ഗോൾ കീപ്പർ ആയിട്ടുള്ള ഒരു താരമാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, ഇത് നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ജാലമൊക്കെ അടഞ്ഞല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത് പോസിബിളൊക്കെ ആണോ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഗുർമീത് സിംഗ് ഹൈദരാബാദ് FC-യുടെ ഒരു പ്ലെയറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സാലറി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരിൽ പല താരങ്ങളും അവരുടെ കോൺട്രാക്റ്റ് ഇത് ചെയ്തിട്ട് മറ്റ് ക്ലബ്ബുകളിലേക്കൊക്കെ പോയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചിങ്ലൻസനെ ആണെങ്കിലും അല്ലെങ്കിൽ നിഖിൽ പൂജാരി ആണെങ്കിലും അങ്ങനെ പല താരങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു ജനുവരി ഒക്കെ മാസങ്ങളിൽ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്ലെയറിന് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മറ്റ് ക്ലബ്ബിലേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് AFFൻ്റെ ഒരു NOC മാത്രമാണ്. അപ്പം ഇത് ഞാൻ അറിഞ്ഞ പ്രകാരം ഇത് നേരത്തെ നടക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഗുർമീതിന് ഓൾറെഡി KBC ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കരൺജിത്ത് സിംഗ് ഇപ്പോൾ അദ്ദേഹത്തിന് ഏജ്ഡായി. ചിലപ്പോൾ ഈ ഒരു സീസണൊക്കെ കഴിഞ്ഞ് എന്താകും ഭാവി എന്നുള്ള അറിയത്തില്ല. ലാറ ശർമ്മ ഒരു ലോൺ പ്ലെയറാണ്. അദ്ദേഹം ഈ ഒരു സീസണിന് ശേഷം ചിലപ്പോൾ മറ്റ് ക്ലബ്ബിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഗോൾ കീപ്പർ വേണമെന്നുള്ള നിലയിൽ ഗുർമീതിനെ നോക്കിയതാണ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ സച്ചിൻ സുരേഷിൻ്റെ ഒരു ഇഞ്ചറി കൂടി കയറി വരുന്നത്. അതിൽ നിലവിലെ ഒരു വാർത്തകൾ പ്രകാരം ഈ ഒരു ഗുർമീത് സിംഗിന് NOC AFFൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ്. എന്നാൽ KBC മാത്രമല്ല ഗുർമീതിനായി രംഗത്തുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ പഞ്ചാബ് FCയും ജംഷഡ്പൂർ FCയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ജംഷഡ്പൂർ FC ഒരു ഷോർട്ട് ടേം ഡീലിലും അതുപോലെ മറ്റ് രണ്ട് ക്ലബ്ബുകൾ ലോങ് ടേം ഡീലിലുമാണ് താരത്തെ സമീപിച്ചത് എന്നുള്ളതാണ്. അതിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആകും താരം ചൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ശക്തമായിട്ട് രംഗത്തുള്ളത്. പഞ്ചാബ് FCയിലോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലോ പോയാലും ഈസിലി ഗുർമീത് സിംഗിന് ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ തന്നെ വരാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കരൺജിത്ത് സിംഗ് ഉണ്ട്. എന്നാലും അദ്ദേഹത്തിനെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ പരിഗണിച്ചേക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സച്ചിൻ സുരേഷ് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ക്വാളിറ്റി അദ്ദേഹം ബോൾ പ്ലേയിങ്ങും അതുപോലെ തന്നെ അദ്ദേഹം ഒരു അഗ്രസീവാണ്. ഇപ്പം ഹൈലൈൻ ഡിഫൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി വന്ന് കളിക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടുള്ളതാണ്. അപ്പം ആ രീതിയിലും കൂടി നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഗുർമീത് സിംഗ് എന്നുള്ളതാണ്. ഏതായാലും നടന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അഡീഷൻ. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് ഗുർമീത് അങ്ങനെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പിംഗ് ഇതിൽ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു ലോങ് ടേം ഒരു ഡീല് തന്നെ ആയിരിക്കും ഗുർമീതിനെ KBC എത്തിക്കുക എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതായാലും ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം എത്തുമെന്നുള്ള കാര്യം കുറച്ചും കൂടി ഉറപ്പിക്കുന്നൊരു തരത്തിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു സീസണിൽ തന്നെ കരൺജിത്തിനേക്കാൾ ഇദ്ദേഹത്തിന് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാനുള്ള സാധ്യതകളെ പറ്റിയും അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നൊരു സമയത്ത് സച്ചിൻ സുരേഷ് ഗുർമീത് ഇതിലാരാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞാണ് സനിയ.